ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. വെട്ടുകുഴിയിൽ വച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ശലോമോൻ രാജാവിന് യെരൂശലേം ദേവാലയം പണിയുവാനുള്ള ആലോചന യഹോവയായ ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെരൂശലേം ദേവാലയം പണിയുവാനുള്ള ആലോചന കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തമായ നിർദ്ദേശം യഹോവയായ ദൈവം ശലോമോന് കൊടുക്കുന്നു. ആലയം എങ്ങനെയായിരിക്കണം, എത്ര മുഴം നീളമുണ്ടാകണം, എത്ര വീതി ഉണ്ടാകണം, എത്ര ഉയരം ഉണ്ടാകണം, അന്തർമന്ദിരം എങ്ങനെയായിരിക്കണം, മന്ദിരം എങ്ങനെയായിരിക്കണം, എവിടെയാണ് കിളിവാതിലുകൾ വരേണ്ടത്, ഇങ്ങനെ സകല വിധത്തിലുള്ള നിർദ്ദേശങ്ങളും വ്യക്തമായിട്ട് ശലോമോന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴവും ഉയരവുമുള്ള ഒരു ദേവാലയമാണ് ശലോമോൻ രാജാവ് യഹോവയായ ദൈവത്തിനു വേണ്ടി പണിയുന്നതെന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതവും ഇതുപോലെയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ചില വ്യവസ്ഥയുണ്ട്, ചില ക്രമമുണ്ട്, ചില അളവുകോലുകളുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതം എപ്പോഴും ഈ വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും അത് ഈ ബൗണ്ടറി വിട്ട് പുറത്തു പോകുവാനായിട്ട് സാധിക്കത്തില്ല. വചനം പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അതനുസരിച്ച് ഒരു ബൗണ്ടറിക്കുള്ളിൽ, ഒരു വ്യവസ്ഥയ്ക്കുള്ളിലായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവിടെ 7-ാം വാക്യം പറയുന്നു, വെട്ടുകുഴിയിൽ വച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ട് ആലയം പണിതു. അത് കാരണം ഒരു ഒച്ചയും ആലയം പണിയുടെ സമയത്ത് ഒരു ഒച്ചയും കേൾക്കുവാനില്ലായിരുന്നു എന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ സ്വഭാവത്തില് പലവിധമായ കുറവുകൾ ഉണ്ടാകും, പലവിധമായ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ കുറവുകൾ വെട്ടുകുഴിയിൽ വച്ച് തന്നെ നമ്മൾ തീർക്കണം. അതായത് പ്രാർത്ഥനാ മുറിയിൽ വെച്ച് തന്നെ ഈ കുറവുകൾ തീർക്കേണ്ടത് അത്യാവശ്യമാണ്. യെരൂശലേം ദേവാലയം പണിയുന്നത് വെട്ടുകല്ലുകൾ ഉപയോഗിച്ചാണ് പണിയുന്നതെന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വെട്ടുകല്ലുകൾ എന്ന് പറയുന്നത് ഷെയ്പ്പ് അധികം ഇല്ലാത്ത കല്ലുകളാണ്. അതിനെ ചെത്തി വെടുപ്പാക്കി മിനുസമാക്കി എടുത്താലാണ് അതിനെ ക്രമത്തിൽ വച്ച് ആലയം പണിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൽ ചില വേദനകളുണ്ട്, അതിൽ കുറച്ച് എഫേർട്ട് ഉണ്ട്, ചില ബദ്ധപ്പാടുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കല്ലുകളെ പോളിഷ് ചെയ്തെടുക്കുവാൻ, മിനുസപ്പെടുത്തിയെടുക്കുവാൻ, മോൾഡ് ചെയ്തെടുക്കുവാനായിട്ട് കുറച്ച് പ്രയാസമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ലോകപ്രകാരമായിട്ടുള്ള ഒരു ജീവിതം പണിയുന്നതാണെങ്കിലോ വളരെ എളുപ്പമാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം പഠിക്കുമ്പോൾ ആ ബാബേൽ ഗോപുരം പണിയുന്നത് നമുക്കറിയാം. ഇഷ്ടികയും കുമ്മായവും ഉപയോഗിച്ചാണ് ബാബേൽ ഗോപുരം പണിയുന്നത്. ഇഷ്ടിക എന്ന് പറയുന്നത് കൃത്യമായ ഷേപ്പുള്ള, കൃത്യമായ സൈസുള്ള ഒരു വസ്തുവാണ്. അത് ക്രമത്തില് കുമ്മായം ചേർത്ത് അടുക്കി വെച്ചാൽ വളരെ വേഗത്തില് അത് കെട്ടിപ്പൊക്കുവാനായിട്ട് സാധിക്കും. ഈ ലോകപരമായിട്ടുള്ള ഒരു ജീവിതവും നമുക്ക് പണിയുവാനായിട്ട് വളരെ എളുപ്പമാണ്. അതിന് വലിയ ബദ്ധപ്പാടില്ല. എന്നാൽ യെരൂശലേം ദേവാലയം പണിയുന്നത് വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത വെട്ടുകല്ലുകൾ കൊണ്ടാണ്. നമ്മുടെ വിശ്വാസ ജീവിതവും ഇതുപോലെ വെട്ടുകല്ലുകൾ കൊണ്ടാണ് പണിയപ്പെടേണ്ടത്. നമ്മുടെ ക്യാരക്ടറിലെ ചില അപാകതകൾ, ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്തെടുക്കണം, മിനുസപ്പെടുത്തിയെടുക്കണം, പോളിഷ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ, മിനിസ്ട്രിയിൽ നിൽക്കുമ്പോൾ, ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ, ആലയത്തിൽ നിൽക്കുമ്പോൾ, നമ്മുടെ സ്കൂളിൽ, കോളേജിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലായിരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലെ ഈ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ പുറത്തു വരും. അത് ദൈവനാമത്തിൽ ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. പ്രാർത്ഥനാ മുറിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തെടുത്ത കല്ലുകൾ പോലെ, വെട്ടുകല്ലുകൾ പോലെ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുത്താൽ, നമ്മുടെ ക്യാരക്ടറിലെ കുറവുകൾ തീർത്തെടുത്താൽ, പൊതുസ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ, ശുശ്രൂഷ രംഗത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം ശോഭിക്കുവാനും ദൈവനാമം അതുവഴി മഹത്വപ്പെടുവാനും ഇടയായിത്തീരും. ഇങ്ങനെയുള്ള കല്ലുകളായി മാറുവാൻ, മിനുസപ്പെടുത്തിയ, പോളിഷ് ചെയ്തെടുത്ത മനോഹരമായ കല്ലുകളായി തീരുവാനും, അങ്ങനെ ദൈവരാജ്യത്തിന്റെ പണി നമ്മളിലൂടെ നടക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.